ഹായ് ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മംഗലം ഡാമിലാണ് കേട്ടോ. മംഗലം ഡാമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരാൾക്ക് ടിക്കറ്റ് വന്നിട്ട് 35 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളായതുകൊണ്ട് 70 രൂപയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചയ്ക്ക് പോയാലോ? ബാ ഗായ്സ്, ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. ഊഞ്ഞാലിട്ടിരിക്കുന്നത് ഒരു ആൽമരത്തിലാണ്, വലിയൊരു ആൽമരം കേട്ടോ. നിനക്ക് എത്ര വയസ്സായി ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുന്നത്? ആൾക്കാരൊക്കെ നോക്കണുണ്ടോ? ഊഞ്ഞാലാണ് വയസ്സൊക്കെ ഉണ്ട്, അവർ നോക്കട്ടെ, അവർ കണ്ണുള്ളതുകൊണ്ടല്ലേ നോക്കണം. അയ്യേ നാണക്കേട്. മാറ്, ഞാൻ ഇത്തിരി നടത്തേ. എനിക്കറിയാം, എൻ്റെ ഇരട്ടിക്ക് വയസ്സുണ്ട്. മാറ്. 18 വയസ്സാണോ ഇരട്ടിക്ക്? സത്യത്തില് ഇവളെക്കാളും എനിക്ക് 2 വയസ്സ് കുറവാണ് കേട്ടോ. കണ്ടാലും പറയും. ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് കുറച്ച് ദൂരം വന്നിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യണത്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ആ വരുന്ന റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. കല്ലും കുഴിയൊക്കെ ആയിട്ടുള്ള ഭയങ്കര മോശപ്പെട്ടിട്ടുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്കൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇനി ഡാമിക്കൊന്ന് പോയാലോ? ഏട്ടാ, എനിക്ക് ഇവിടെ നിന്ന് ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു തരുമോ? ഞാനിവിടെ ബാഗ് വെക്കാം, ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നല്ല തിരക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ഫോട്ടോ എടുത്താട്ടോ. അപ്പോൾ ഈ മംഗലം ഡാമിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. കുറച്ച് ഭാഗം ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. ഭയങ്കര കൂളിംഗ് ആണ്, അതിന് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ സമയം 11-11 ആയിട്ടുണ്ടാവും. വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് കപ്പിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല രസമുള്ള സ്ഥലം. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിർബന്ധമായി വരണം കേട്ടോ. പിന്നെ വന്നിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഡാമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഈ കാണുന്നതാണ് കേട്ടോ ഡാമിൻ്റെ വ്യൂ. നിങ്ങൾ തന്നെ പറയത് എങ്ങനെയുണ്ട്, എത്ര രസമുണ്ട് കാണാൻ, നിങ്ങൾ തന്നെ പറയട്ടാ. ഇപ്പം 2-3 ദിവസമായിട്ട് കേരളത്തിലൊരു ചെറിയ തണുപ്പാണ്, വെയിലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഫുൾ മരങ്ങൾ, ആ തണുപ്പിൻ്റെ ഇരട്ടി തണുപ്പാണ് കേട്ടോ. ഒരു മിനി ഊട്ടി പറയില്ലേ, അതാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇരിക്കാനുള്ള ആ സ്പോട്ട് ഉണ്ടാവില്ല, അതൊക്കെ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു എന്താ പറയുക, എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എവിടെ ചെന്നാലും ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ്, അതന്നെ വലിയൊരു സമാധാനം. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമില്ലേ, ഫോട്ടോഷൂട്ടിന് പറ്റിയ അടിപൊളി സ്പോട്ടുകൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ. ഇതിനെന്താ പേര്? ഈ സാധനത്തിന് പേര് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ തുഴഞ്ഞ് പൂലേ, മീൻ പിടിക്കാനൊക്കെ മീൻ പിടിക്കാനുള്ള വലയൊക്കെ അത്. ആണോ? യെസ്. ആയിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ? അയ്യേ, ഞാൻ പോയിട്ടില്ല. പോണമെന്നുണ്ട്, പക്ഷേ ഇത് വല്ലതിൻ്റെ അല്ലേ. അപ്പം നമ്മൾക്ക് കിഡ്സ് പാർക്കിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാട്ടോ, അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. അടിപൊളി സ്പോട്ട് കേട്ടോ, ഏതോ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയ പോലെ ഉണ്ട് കേട്ടോ. ഡാമിൻ്റെ വ്യൂ ആണത് അല്ലേ. നമ്മൾ നടന്ന് വരുമ്പോൾ തന്നെ ഓരോ ഭാഗത്തും ഓരോ സ്പോട്ടുകളാണ് കേട്ടോ. അടിപൊളിയാണ്, കുറേ നടക്കാനുണ്ട് ഇവിടെ. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. മാത്രമല്ല, നമ്മൾ പാലക്കാട് വേറെ ഡാമുകൾക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഡാം വേറെ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും ശരി, വേറെ ഉള്ളവിടെയൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കും, പക്ഷെ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് അധികം ക്രൗഡൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ളവിടെ പോയി ഇരിക്കാനും എല്ലാത്തിനും ഉള്ളൊരു സ്പേസാണ് കേട്ടോ അത്. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിൽ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ എന്താ ആടുന്നത് എന്നായിരിക്കും കേട്ടോ ആലോചിക്കുന്നത്. എനിക്ക് 11.5 വയസ്സേ ആയിട്ടുള്ളൂ, ഞാൻ കുട്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നല്ല ആടുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. അവർ കണ്ടു പറഞ്ഞ് എന്നെ അടിച്ച് പുറത്താക്കും. ഇതുപോലെ കുറേ സ്പോട്ട് ഉണ്ടല്ലോ ഇവിടെ. കഴിഞ്ഞിട്ടില്ല, ഇനി നടക്കാനുണ്ട്, അങ്ങോട്ട് ഒരുപാട് പോകാനുണ്ട്. ഇപ്പം എനിക്ക് വയ്യത്തിരുന്നത് നമുക്ക് കുറച്ച് നേരം ഇരിക്കാം, എന്നിട്ട് പോവാം. കാണാൻ ഒരുപാട് സ്ഥലമുണ്ടല്ലോ ഇവിടെ. വന്നപ്പോൾ ഇത്രയൊക്കെ സ്ഥലമുണ്ട്, ഇത്രയൊക്കെ കാണാനുണ്ട് എന്നും വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ നമ്മൾ നടന്നു പോകുന്തോറും കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൻ്റെ അവിടെ കനാല് വെള്ളമൊക്കെ വരുന്നില്ലേ, അതൊക്കെ ഇവിടുത്തെ വെള്ളമാണ്. ഈ ഡാമിത്തെ വെള്ളമാണ് വരുന്നത്? ഈ ഡാമിത്തെ, മംഗലം ഡാമിലെ. ശരി, ആ വഴി പോണല്ലോ, ഒരുപാട് കാണാനുണ്ട് അവിടെ.
ഇവിടെ നല്ല പോലെ കൊതുകുണ്ട് കേട്ടോ ഗൈസ്. കാടായത് കൊണ്ടാണ് തോന്നുന്നു, നല്ല പോലെ കൊതുകുണ്ട്. നല്ല തണുപ്പും അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ നിനക്ക് രക്തം കൂടുതലാണ്, അതുകൊണ്ടായിരിക്കുമോ നിന്നെ തന്നെ രക്തം കടിക്കുന്നത്? കൂടുതലാണ്. കണ്ണിച്ചോരിയില്ലല്ലോ, പക്ഷേ നോക്ക് കണ്ണിച്ചോരില്ലാത്ത ആളല്ലേ? എന്താ കണ്ണിച്ചോര കുറവാ. എൻ്റെ കൂടെ നടക്കുന്നത് ആരാണ്? അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓ ഇതെല്ലാം എൻ്റെ തലയ്ക്ക് അതിന് വെക്കും. ഡാമിൻ്റെ ഷട്ടർ കാണിച്ചു തരാം കേട്ടോ. അതെ ഇതാ. എനിക്ക് വിശന്നിട്ട് വയ്യ, നമുക്ക് വടക്കഞ്ചേരി പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാട്ടാ. ഓക്കെ. നിങ്ങളുടെ അവിടെ പോലെ പാലക്കാട് പോലെ ഉള്ള ഹോട്ടലൊന്നും അല്ല. പാലക്കാട് തൊട്ട് കളിക്കരുത്. അതിനേക്കാളും നല്ല ഹോട്ടലുണ്ട് വടക്കഞ്ചേരി. വടക്കഞ്ചേരിയിൽ എവിടെയാ ഹോട്ടലുള്ളത്? അതൊക്കെ ഉണ്ട്. ഏതാ ഹോട്ടലിൽ? 2 ഹോട്ടലിൽ പേര് പറ. അറിയുന്ന 2 ഹോട്ടലിൽ പേര് പറ. ഒരു കുന്തും അറിയില്ല. ഡയാന ഹോട്ടൽ പറയും, പിന്നെ വേറെ എന്ത് പറയും? ഡയാനി ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടല്ലേ പറയുന്നത്. പിന്നെ എന്താണ് എനിക്കൊന്നും ഓർമ്മ കിട്ടണില്ല. അവിടേക്ക് പോയിട്ട് വടക്കാഞ്ചേരിന്ന് എപ്പം നീ അവസാനം കഴിച്ച ഫുഡ് ഹോട്ടലിന്റെ പേര് പറ. ഒരു 5-6 മാസം ഉണ്ട്. 5-6 മാസമോ? എപ്പം നീ കഴിച്ചു? 5-6 മാസം മുമ്പ്? അതും കഴിയില്ലേ, അമ്മയും ഉണ്ണിയൊക്കെ കൂടി പുറത്തു പോയില്ലേ? ഏത് കാലത്ത്? കുറച്ചായി. കുറച്ച് പറഞ്ഞ ഇത് പറ. നിങ്ങൾ അതിന് എല്ലാത്തിനും പാലക്കാട് വാ പറഞ്ഞു. ഞാൻ പാലക്കാട് കഴിച്ചത് എപ്പോഴാണ് പറ, അത് പറ. എനിക്ക് ഓർമ്മയില്ല. കമ്പ്യൂട്ടർ ക്ലാസ്സിന് മുമ്പിലാണെന്ന് തോന്നുന്നു. അതെപ്പോ 4-5 കൊല്ലം മുമ്പ്? അല്ല, അതിന് ശേഷം ഉണ്ട് കേട്ടാ. കഴിഞ്ഞ ഏതൊക്കെ ഹോട്ടലിന്റെ പേര് എനിക്ക് ഓർമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് പറയാൻ കിട്ടണില്ല, എനിക്ക് മറക്കാം. ബിരിയാണിയൊക്കെ പാലക്കാട് വരണം. ഒന്നുമല്ല, 100 രൂപ 120 രൂപ കൊടുത്ത് അടിപൊളി ബിരിയാണി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് വടക്കഞ്ചേരി. വടക്കഞ്ചേരി ആണോ? ഇന്നിപ്പോ ബിരിയാണി മേടിച്ചു തരുമോ? ഓ, എത്ര രൂപയുടെ ബിരിയാണി പറഞ്ഞ? എത്ര രൂപന്റെ വേണം? 120 അടിപൊളി ബിരിയാണി. ബിരിയാണി ഹൗസിലൊക്കെ പോയിട്ടുണ്ടല്ലോ, സൂപ്പറാണ് ബിരിയാണി. ഇവിടെ നിന്ന് പോകുമ്പോ ബിരിയാണി മേടിച്ചു തരാട്ടോ. ഉറപ്പല്ലേ? ഉറപ്പ്. പെട്രോൾ അടിച്ചു തരുമോ? പെട്രോളായിട്ട് അടിച്ചില്ലേ, ഇനിയില്ല. ഇനി ഫുഡ് മേടിച്ചു തരാം. ഫുഡ് മതിയല്ലേ? എന്താണ് മനസ്സിലായില്ല? ഇതേ വള്ളി ഊഞ്ഞാല് ബാഗ് പിടിക്കോ? പിടിക്കുക. ഫുള്ള് ഊഞ്ഞാലാണല്ലേ? ഇറങ്ങി ഗൈസ്, അപ്പം നമ്മൾ ഡാമിൻ്റെ ഒരു പകുതിയിൽ, ഡാമിൻ്റെ ഷട്ടറിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. എൻ്റെ എത്താനായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വഴികളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വഴി, അവിടെ നിന്ന് പിന്നെ വേറൊരു വഴി, ഇവിടേക്കൊരു വഴി, അവിടേക്കൊരു വഴി, അങ്ങനെ ഫുള്ള് ഓരോ വഴികളാണ്. ഇതൊരു ദിവസം കൊണ്ട് കണ്ടു തീരില്ല ഗൈസ്. അങ്ങോട്ടൊരു വഴി, ഇങ്ങോട്ടൊരു വഴി, എങ്ങോട്ടോ വഴികൾ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ? ഒരുപാട് വഴികൾ, ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ, അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞതിന് വീണ്ടും റിപ്പീറ്റ് അടിക്കണേ, എക്കോ അടിക്കണേ ആണോ? സ്വന്തമായിട്ടൊന്നും പറയാനില്ലേ? ഏട്ടൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. സ്വന്തമായിട്ട് എല്ലാം പറ, ഞാൻ തന്നെ എല്ലാം പറയണ. പറയെന്തെങ്കിലും. നോക്കൊരു മരം, നോക്ക് മരം, പിന്നെ കാട്ടിൽ മരം ഉണ്ടാവും. എന്ത് രസമാണ് നോക്ക്. അതിൽ ഒരുപാട് കാക്കകള്. കാക്കനെ കണ്ടിട്ടില്ലേ? അതിട്ടാണ് മതിട്ടാ, കളിക്കാൻ നിക്കണ്ട. ആ മരത്തിന്റെ താഴെ പോയിരിക്കാം. കുറച്ചേരേക്ക് വയ്യ നടക്കാം. അയ്യോ, കുറെ കിലോമീറ്റർ നടന്ന പോലെ ഉണ്ട്. കിലോമീറ്റർ ഒന്നും നടന്നില്ല കേട്ടാ. എന്തേ, ഇത് കിലോമീറ്റർ അല്ലേ നടന്നത്? കുറെ നേരം നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് വയ്യ, ഇരിക്കാം നമുക്ക്. ഇനി അങ്ങോട്ട് അത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? വീഡിയോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്, ആരുടെയും ശല്യമില്ല അല്ലേ? അതെ അതെ, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇതിനൊരു അവസാനം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് നിനക്ക് പറയാനുള്ളത്? എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ മംഗലം ഡാമിൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇവിടേക്ക് നേരെ പോകാനുണ്ട്, അങ്ങനെ ഒരുപാട് കാണാനുണ്ട്. പക്ഷെ വയ്യ ഗൈസ്, നടക്കാൻ വയ്യ, ക്ഷീണിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.